അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു അടിപൊളി മാജിക് ഹെൽത്ത് കെയർ വീഡിയോ ആണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഈ മാസ്ക് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ എടുത്തിട്ടുള്ളത് കോൺഫ്ലോർ ആണ്. കോൺഫ്ലോർ നമ്മുടെ ചർമ്മത്തിലെ വരകളും ചുളിവുകളും മാറ്റി സ്കിൻ നല്ല തിളക്കമുള്ളതാക്കി വെക്കുകയും ചെയ്യും. അതുപോലെ തന്നെ കറുത്ത പാടുകൾ മാറ്റാനും വാർദ്ധക്യ ലക്ഷണങ്ങൾ കുറയ്ക്കുന്നത് മുതൽ അനാവശ്യമായിട്ടുള്ള ചർമ്മത്തിലെ രോമങ്ങൾ നീക്കം ചെയ്യാനൊക്കെ ഒരുപാട് കഴിവുണ്ട് കോൺഫ്ലോറിന്. അതുപോലെ ചർമ്മത്തിലെ എണ്ണമയം മാറ്റാനൊക്കെ സഹായിക്കും. കോൺഫ്ലോറിൽ വൈറ്റമിൻ എ, സി, ഇ തുടങ്ങിയ ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുള്ളതിനാൽ ഫ്രീ റാഡിക്കലുകളെ ചെറുക്കുകയും ചർമ്മത്തിലെ നേർത്ത വരകളും ചുളിവുകളും ഒക്കെ മാറ്റാനൊക്കെ സഹായിക്കും. അതുപോലെ തന്നെ കോൺഫ്ലോറിന്റെ മറ്റ് ഗുണം എന്ന് പറയുന്നത് ചർമ്മത്തിൽ നിന്നും അഴുക്കും എണ്ണമയവും അതുപോലെ തന്നെ മറ്റു മാലിന്യങ്ങളും ഒക്കെ മാറ്റി നല്ല തിളക്കമുള്ളതാക്കി വെക്കാനൊക്കെ സഹായിക്കും. ഞാനിപ്പോൾ ഇതിൽ നിന്നും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് എടുക്കുന്നത്. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് ഒഴിച്ച് കട്ടകളില്ലാതെ ഇതൊന്ന് കലക്കിയെടുക്കുക. നല്ലതുപോലെ കലക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം. കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കുക. കോൺഫ്ലവറിന്റെ ആന്റി ബാക്ടീരിയൽ ഗുണങ്ങൾ ചർമ്മത്തിലെ പിമ്പിളുകൾ നിയന്ത്രിക്കുകയും പുതിയ പിമ്പിൾസ് ഒക്കെ ഉണ്ടാകുന്നത് തടയുകയൊക്കെ ചെയ്യും. ചർമ്മത്തിലുണ്ടാകുന്ന ചൊറിച്ചിൽ, അലർജി പ്രശ്നങ്ങളൊക്കെ മാറുന്നതിന് ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് കോൺഫ്ലവർ. അപ്പം നമ്മൾ ഈ കോൺഫ്ലവർ സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കിൻ നല്ല സോഫ്റ്റ് ആക്കി വെക്കുന്നതിനും മുഖക്കുരുവൊക്കെ മാറാനൊക്കെ സഹായിക്കും. കോൺഫ്ലവറിന്റെ പ്രധാന ഘടകമായ കാർബോഹൈഡ്രേറ്റുകൾ ചർമ്മത്തിന്റെ മൃദുത്വം വളർത്തുകയും ചർമ്മം നല്ല തിളക്കമുള്ളതാക്കി വെക്കുകയും അതുപോലെ തന്നെ മുഖത്തുള്ള എണ്ണമയമൊക്കെ മാറ്റാനൊക്കെ സഹായിക്കും. ഇപ്പോൾ അതാ കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലതുപോലെ കുറുകി വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇത് നല്ല ചൂടാണ്. ചൂട് മാറാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഫ്ലാക്സ് സീഡ്സ് ആണ്. ചണവിത്ത് എന്നാണ് മലയാളത്തിൽ ഇതിനെ പറയുന്നത്. ഇതിൽ ധാരാളമായിട്ട് ഒമേഗ 3 ഫാറ്റി ആസിഡുകളും ഫൈബറും ഉണ്ട്. ഇത് ചർമ്മത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും മാറ്റിയെടുക്കുന്നതിന് പറ്റും. ചർമ്മത്തിലെ ചുവന്ന പാടുകള്, കണ്ണിനടിയിലെ കറുപ്പ്, മുഖക്കുരു, കറുത്ത പാടുകളൊക്കെ മാറ്റി ചർമ്മത്തിന് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നല്ല തിളക്കമുള്ളതാക്കി വെക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ ഫ്ലാക്സ് സീഡ്സിൽ ആന്റി ഓക്സിഡന്റുകളും ഒമേഗ 3 ഫാറ്റി ആസിഡുകളും ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് പാടുകളൊക്കെ കുറയ്ക്കുകയും ചർമ്മത്തെ കൂടുതൽ മാറുന്നതും നല്ല തിളക്കമുള്ളതാക്കി വെക്കാനൊക്കെ സഹായിക്കും. കണ്ണിനിടയിലെ കറുപ്പ് അകറ്റാനും ചർമ്മത്തിലെ കരുവാളിപ്പ് അകറ്റാനും ഒരുപാട് നല്ലതാണിത്. ഇതിൽ നിന്നും 4 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡ്സ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് വേണം ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാൻ. ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരണം. എന്നാൽ മാത്രമേ ഇതിൽ നിന്ന് നല്ല ജെല്ല് കിട്ടുള്ളൂ. കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഫ്ലാക്സ് സീഡ്സിൽ ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് ചർമ്മത്തെ മൃദുത്വവും മിനുസമാക്കി വെക്കുകയും അതുപോലെ തന്നെ ചർമ്മത്തിലുള്ള വരകളും ചുളിവുകളൊക്കെ മാറ്റാനൊക്കെ സഹായിക്കും. അതുപോലെ തന്നെ വരണ്ട ചർമ്മമൊക്കെ മാറ്റി ചർമ്മത്തിൽ എപ്പോഴും ഈർപ്പം ഉള്ളതാക്കി വെക്കുകയൊക്കെ ചെയ്യും. ചർമ്മത്തിലുള്ള അധിക എണ്ണമയവും മറ്റു മാലിന്യങ്ങളൊക്കെ മാറ്റാനും അതുപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ മുഖത്ത് നിന്ന് നീക്കം ചെയ്യുകയൊക്കെ ചെയ്യും. അതുപോലെ തന്നെ മുഖത്തിന് നല്ല തിളക്കമുള്ളതും നല്ല സോഫ്റ്റ് ആക്കി വെക്കാനൊക്കെ സഹായിക്കും ഈ ഫ്ലാക്സ് സീഡ്സ് ഉപയോഗിക്കുന്നതിലൂടെ. ഫ്ലാക്സ് സീഡ്സ് മുഖത്ത് മാത്രമല്ല നമുക്ക് തലമുടിക്ക് നല്ലതാണ്. അതുപോലെ തന്നെ അമിതവണ്ണം കുറയ്ക്കുന്നതിന് വേണ്ടി കഴിക്കുന്നത് നല്ലതാണ്. അങ്ങനെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ് ഫ്ലാക്സ് സീഡ്സ്. ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കുക. 3-4 മിനിറ്റ് ആകുമ്പോൾ ഇതുപോലെ ജെല്ല് പോലെ ആയിത്തീരും. ഇപ്പോൾ ചൂടാണ്. ഫ്ലെയിം ഓഫ് ആക്കാം. ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതിന്റെ ചൂട് മാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇതിന്റെ ചൂടൊക്കെ വന്ന് മാറിയിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുക്കാം. അരിപ്പ വെച്ചിട്ട് നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു കോട്ടൺ തുണി ഒരു അരിപ്പയ്ക്കുള്ളിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഫ്ലാക്സ് സീഡ്സിന്റെ ജെല്ല് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് ഇത് മുറുക്കി പിഴിഞ്ഞ് ഇതിന്റെ ജെല്ല് മുഴുവനും എടുക്കാം. നമ്മൾ അരിപ്പയിൽ വെച്ചിട്ട് മാത്രം അരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ജെല്ല് കിട്ടില്ല. അപ്പോൾ ഇതുപോലെ തുണിയിൽ വെച്ച് മുറുക്കി പിഴിഞ്ഞെടുക്കുക. കണ്ടില്ലേ, നല്ല ജെല്ല് പോലെ ഇതാ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫ്ലാക്സ് സീഡ്സിന്റെ ജെല്ല് ഇതാ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കോൺഫ്ലവറിന്റെ മിക്സ് ഇതാ നല്ലതുപോലെ ചൂട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്ലാക്സ് സീഡ്സിന്റെ ജെല്ലും ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിന്റെ മിക്സ് ഒരു ബൗളിലേക്ക് മാറ്റാം. സീഡ്സിന്റെ ജെല്ലിൽ നിന്നും
പകുതി ഫ്ലാക്സ് സീഡ്സിന്റെ ജെല്ല് ഈ കോൺഫ്ലോറിന്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഹണിയാണ്. മുഖത്തുള്ള പലവിധ പ്രശ്നങ്ങളും പരിഹരിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് തേൻ. തേനിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ബാക്ടീരിയൽ ഗുണങ്ങൾ ചർമ്മത്തെ സംരക്ഷിക്കുകയും അതുപോലെ തേൻ മുഖത്തിന് നാച്ചുറൽ മോയ്സ്ചറൈസറായി പ്രവർത്തിക്കുകയൊക്കെ ചെയ്യും. ചർമ്മത്തിന് നല്ല തിളക്കവും രസമുള്ളതാക്കി വെക്കാനൊക്കെ സഹായിക്കും. അപ്പൊ തേൻ എടുക്കുമ്പോൾ നല്ല ശുദ്ധമായിട്ടുള്ള തേൻ നോക്കി എടുക്കാം. തേന് 1 ടീസ്പൂൺ തേനാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത്. തേനും കൂടെ ചേർത്ത് എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് വേണ്ടത് ലെമൺ ജ്യൂസാണ്. ചെറുനാരങ്ങ ഒരു നാച്ചുറൽ ബ്ലീച്ചറും ക്ലെൻസറുമാണ്. ഇത് മുഖചർമ്മത്തിന് വിവിധ ഗുണങ്ങളൊക്കെ നൽകും. അതുപോലെ തന്നെ ചെറുനാരങ്ങയിലെ വിറ്റമിൻ സി അടങ്ങിയിരിക്കുന്നത് കൊണ്ട് മുഖത്തിന് നിറം നല്ല തിളക്കമുള്ളതാക്കി വെക്കാനൊക്കെ സഹായിക്കും. ചെറുനാരങ്ങയിലുള്ള സിട്രിക് ആസിഡ് നമ്മുടെ മുഖത്തുള്ള കറുത്ത പാടുകൾ, പിഗ്മെന്റേഷൻ ഒക്കെ കുറയ്ക്കാൻ സഹായിക്കും. അപ്പൊ നാരങ്ങ നീരും 1 ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പൊ നാരങ്ങ നീരും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. എല്ലാം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു ബോട്ടിലേക്ക് മാറ്റാം. ഇത് മുഖത്തിലും കഴുത്തിലും കൈകളിലും പുരട്ടാവുന്നതാണ്. നല്ല തിളക്കം കിട്ടും. ഇത് പുരട്ടി 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യുക. എന്നിട്ട് വേണം ഇത് ചെറു ചൂടുവെള്ളത്തിൽ കഴുകിക്കളയാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മുഖത്തും കഴുത്തിലും കൈകളിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ 2 രീതിയിലാണ് ഈ ക്രീം ഞാൻ തയ്യാറാക്കുന്നത്. ആദ്യത്തെ രീതിയാണിത്. രണ്ടാമത്തെ രീതി എങ്ങനെയാണെന്ന് നോക്കാം. അടുത്തതായിട്ട് എടുക്കുന്നത് ബദാം ഓയിലാണ്. എണ്ണിയാൽ ഒടുങ്ങാത്ത ഗുണങ്ങൾ ഉള്ളതാണ് ഈ ബദാം ഓയിൽ എന്ന് പറയുന്നത്. ചർമ്മത്തിന്റെ ആരോഗ്യവും സൗന്ദര്യവും വർദ്ധിപ്പിക്കുന്ന ആന്റി ഓക്സിഡന്റുകൾ ബദാം ഓയിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് സ്ഥിരമായിട്ട് ഉപയോഗിച്ചാൽ ആർക്കും സുന്ദര ചർമ്മം വീണ്ടെടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ ബദാം ഓയിലാണ്. നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ ബദാം ഓയിൽ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അടുത്തതായിട്ട് വേണ്ടത് വെർജിൻ കോക്കനട്ട് ഓയിലാണ്. വെർജിൻ കോക്കനട്ട് ഓയിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. ഈ ഉരുക്ക് വെളിച്ചെണ്ണ ചർമ്മ സംരക്ഷണത്തിന് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ്. ചർമ്മത്തിലെ ചുളിവുകളൊക്കെ മാറ്റി യുവത്വം നിലനിർത്താൻ സഹായിക്കും. ഇത് ചർമ്മത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറ്റി കിട്ടാൻ സഹായിക്കുന്ന ഒന്നാണ് ഉരുക്ക് വെളിച്ചെണ്ണ. അതുപോലെ തന്നെ ആന്റി ഓക്സിഡന്റുകളും വിറ്റാമിൻ ഇ എന്നിവയും ധാരാളം അടങ്ങിയിട്ടുണ്ട്. ചർമ്മത്തിൽ ഫ്രീ റാഡിക്കലുകൾ മൂലമുണ്ടാകുന്ന കേടുപാടുകളൊക്കെ കുറയ്ക്കാൻ സഹായിക്കും. കൂടാതെ കൊളാജൻ ഉൽപാദനം വർദ്ധിപ്പിക്കുകയും ചുളിവുകളും നേർത്ത വരകളും ഒക്കെ കുറയ്ക്കാൻ സഹായിക്കുകയൊക്കെ ചെയ്യും. ബദാം ഓയിൽ കിട്ടാനില്ല അല്ലെങ്കിൽ ഇല്ല എന്നുണ്ടെങ്കിൽ വെർജിൻ കോക്കനട്ട് ഓയിൽ എടുത്താലും മതി. അതാവുമ്പോൾ 2 ടീസ്പൂൺ എടുക്കാം. ഇപ്പൊ ബദാം ഓയിലും കൂടെ എടുത്തത് കൊണ്ട് ഞാൻ വെർജിൻ കോക്കനട്ട് ഓയിൽ 1 ടീസ്പൂൺ ആണ് എടുക്കുന്നത്. ബദാം ഓയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ വെർജിൻ കോക്കനട്ട് ഓയിൽ 2 ടീസ്പൂൺ എടുക്കാം. ഇനി ഇതിലേക്ക് കോൺഫ്ലോറിന്റെ മിക്സ് 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ബാക്കിയിരിക്കുന്ന ഫ്ലാക്സ് സീഡ്സിന്റെ ജെല്ലില്ലേ അത് മുഴുവനും അങ്ങ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ കയ്യിൽ കുറച്ചൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. അലർജിയോ എന്തെങ്കിലും പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ മുഖത്ത് അപ്ലൈ ചെയ്യുക. ഇനി ഇത് ഒരു ബോട്ടിലേക്ക് മാറ്റാം. രണ്ടാമത്തെ മാസ്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ മാസ്ക് ചർമ്മത്തിന്റെ ആരോഗ്യമുള്ളതാക്കി വെക്കാനും എപ്പോഴും ചെറുപ്പമുള്ളതാക്കി വെക്കുകയൊക്കെ ചെയ്യും. ഈ മാസ്ക് ആഴ്ചയിൽ 3 തവണ പുരട്ടുക. ചർമ്മം മാറുന്നത് നമുക്ക് തന്നെ കാണാൻ പറ്റും. നമ്മുടെ മുഖത്തും നെഞ്ചിലും കൈകളിലും ഒക്കെ പുരട്ടി 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ചെറു ചൂടുവെള്ളത്തിൽ കഴുകിക്കളയാവുന്നതാണ്. അപ്പോൾ എല്ലാം നമ്മൾ മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ആവശ്യത്തിന് മാത്രം എടുത്ത് മുഖത്തും കൈയിലും കഴുത്തിലും ഒക്കെ അപ്ലൈ ചെയ്താൽ മതി. ഞാൻ കാണിച്ച 2 മാസ്കും നല്ല റിസൾട്ട് തരുന്നതാണ്. ഈ മാസ്ക് ആഴ്ചയിൽ 3 തവണ ഉപയോഗിക്കുക. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ സ്കിന്നിൽ വരുന്ന മാറ്റം കണ്ടറിയാൻ പറ്റും. സ്കിന്ന് നല്ല സോഫ്റ്റും തിളക്കവും അതുപോലെ തന്നെ സ്കിന്നിലുള്ള ചുളിവുകളും കുരുക്കളും കടിനടിയിലെ കറുപ്പൊക്കെ മാറ്റി സ്കിന്ന് നല്ല തിളക്കവും സോഫ്റ്റും നല്ല നിറമൊക്കെ ഉള്ളതായിട്ട് മാറുന്നതായിട്ട് നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും. നിങ്ങൾ ഈ മാസ്ക് ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമുക്ക് മറ്റു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്